നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതായത് ഇത്രയും നാൾ ഈ തവേരയുടെ വീഡിയോ ചെയ്തിട്ട് പലരും ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ AC പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് സൈസ് എത്രയാണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് സൈസ് എത്രയാണ്. ഞാനൊരു 4 വീഡിയോയിലോ 5 വീഡിയോയിലോ വ്യക്തമായിട്ട് ഇതിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു അറ്റവും മൂലയും കണ്ടിട്ട്, അല്ലെങ്കിൽ ഫുള്ള് കണ്ടെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാവും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും ഭാഗത്തായിരിക്കും ഇതിനെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അവസാനമായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആദ്യ ഭാഗത്തായിരിക്കും പറയുന്നത്. എന്നാൽ കൂടിയും ആവശ്യം നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ വ്യക്തമായിട്ട് കണ്ടാൽ മാത്രമേ AC പവർ സ്റ്റിയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ സൈസും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെൽറ്റ് സൈസ് എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് സൈസ് വരുന്നത് 15x10-17 സൈസാണ് വരുന്നത്. ഓക്കെ, AC പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് സൈസ് വരുന്നത് 13x15-86 സൈസ് വരുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഇത് കോണ്ടിനെൻ്റലിൻ്റെ ബെൽറ്റാണ് കിടക്കുന്നത്, മെയ്ഡ് ഇൻ ജർമ്മനിയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഏത് ബെൽറ്റാണ് അനുയോജ്യമായിട്ടുള്ളത് അത് ഇടുന്നതായിരിക്കും നല്ലത്. കമ്പനി ഇറക്കുന്നത് മിസ്തുബിഷിയുടെ ബെൽറ്റാണ് ഇറക്കുന്നത്. AC പവർ സ്റ്റിയറിങ്ങും ഓൾട്ടർനേറ്റർ ബെൽറ്റും മിസ്തുബിഷിയുടെയാണ് ഇറക്കുന്നത്. അതുകൂടാതെ തന്നെ ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. കോണ്ടിനെൻ്റലിൻ്റെ ബെൽറ്റ് ക്വാളിറ്റി കൂടിയ ബെൽറ്റാണ് AC പവർ സ്റ്റിയറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഓൾട്ടർനേറ്ററിൻ്റെ. ഇപ്പോൾ AC പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് സൈസ് വരുന്നത് ഒന്നും കൂടി പറഞ്ഞുതരാം. 15x10-17 AC പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റ് സൈസ് വരുന്നത് 13x15-86 സൈസ്. അതിൽ നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇതിലും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, കുറച്ച് മാറിയിട്ടാണ് ആ നമ്പർ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. LT LS ഈ 2 വേരിയൻറ്റിനും വരുന്ന ബെൽറ്റിൻ്റെ സൈസാണ് ഈ അടുത്ത് പറയുന്നത്.